ഇറാനിലെ ബാന്ദാർ അബ്ബാസിലെ പ്രധാന തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 14ആയി. നൂറുകണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റത്. തുറമുഖത്തിന്റെ 1 കിലോമീറ്ററോളം ദൂരത്ത് കനത്ത നാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 14 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. തുറമുഖത്തിന്റെ 1 കിലോമീറ്ററോളം ദൂരത്ത് കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ഈ ഒരു പ്രധാന തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ മരണം 14ആയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റുള്ളത്. ഒരുപാട് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പുതുതായുള്ള വിവരങ്ങൾ? ജയലക്ഷ്മി, ഇന്നലെയാണ് ഈ ഇറാനിലെ ബാന്ദാർ അബാനിലെ ഷഹീദ് രജൈ തുറമുഖത്ത് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനത്തിൽ ഇപ്പോൾ നിലവിൽ 14 പേരാണ് മരിച്ചിരിക്കുന്നത്. 700ഓളം പേർക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷെ ഈ മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ളൊരു ഭയവും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഏകദേശം 8 കോടി ടൺ ചരക്ക് ഇറക്കുമതി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ബാന്ദാർ അബാൻ എന്ന് പറയുന്നത്. അതിലെ ഷഹീദ് രജൈ എന്ന് പറയുന്ന ഈ ബാന്ദാർ അബാനിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഇന്നലെ ഉണ്ടായത്. ഇതിലിപ്പോൾ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് വക്താവ്, ഇറാൻ ക്രൈസിസ് മാനേജ്മെൻറ്റ് വക്താവായ ഹുസൈൻ സഫാരി പറയുന്നത് ഇത് ഈ അലക്ഷ്യമായിട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചതെന്നാണ്. പക്ഷേ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു ചെക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന രീതിയിലും പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസേഷിയാൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ഇന്നോ നാളെയായിട്ടോ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും. ജയലക്ഷ്മി, ശരി നിതിൻ, എന്തായാലും പ്രധാന തുറമുഖത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 14 പേർക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.